പാലക്കാട് കണ്ണാടിയിൽ കൃഷി ഓഫീസർ ഉപരോധിച്ച് കോൺഗ്രസ് സമരം നടത്തി. അതിന് ചുക്കാൻ പിടിച്ചതാകട്ടെ രാഹുൽ മാങ്കൂട്ടം MLA ആണ്. മേശയ്ക്കടിച്ച് ഉത്തരവിട്ട് രാഹുൽ മാങ്കൂട്ടം തന്റെ MLA പണി തുടങ്ങുമ്പോൾ രാത്രിക്ക് രാത്രി തഹസീൽദാറിന് മുട്ടുമടക്കേണ്ടി വരികയാണ്. മാങ്കൂട്ടം തനിച്ചല്ല, പാലക്കാട്ടെ സകല ജനങ്ങളെയും കൂട്ടിക്കൊണ്ടായിരുന്നു തഹസീൽദാർക്ക് മുന്നിലും കൃഷി ഓഫീസർക്ക് മുന്നിലും വട്ടമേശ സമ്മേളനം നടത്തിയത്. ഇത് നടന്ന് ചെരുപ്പ് തേഞ്ഞവന്റെ പ്രതികാരമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. ചോദ്യങ്ങളാണ്, പരിഹാരം കണ്ടേ പറ്റൂ എന്നും അദ്ദേഹം പറഞ്ഞു. ലൈഫ് ഭവൻ പദ്ധതിയിൽ വീട് വയ്ക്കുന്ന സ്ഥലങ്ങളെ ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെടുത്തി എന്നാരോപിച്ചാണ് സമരം സംഘടിപ്പിച്ചത്. ഡാറ്റാ ബാങ്ക് എന്നത് ഇന്നും അവ്യക്തതയോടെ കിടക്കുന്ന ഒന്നാണ്. സംസ്ഥാനത്തെ 1/3 ഭൂമിയും നികത്തപ്പെട്ടപ്പോൾ കൃഷി ചെയ്യാനായി മണ്ണില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഭൂമി ചില തരം മാറ്റത്തിലേക്ക് എത്തിച്ചത്. നിയമപരമായി അർഹത ഉണ്ടായിട്ടും വീട് വെക്കുന്നതിനായി സർക്കാർ ഓഫീസുകൾ കയറി ഇറങ്ങി കാലം കഴിക്കുന്ന നിരവധി പേർക്ക് ആശ്വാസകരമായ വാക്കുകളായിരുന്നു കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞത്. എന്നാൽ അതിലെ ചില വാക്കുകളും വ്യക്തത കുറവും വീണ്ടും ഈ വിഷയത്തെ ചുറ്റിപ്പറ്റി നിരവധി നിർവചനങ്ങൾ ഉണ്ടാക്കുന്നതിനും തെറ്റിദ്ധാരണ പരത്തുന്നതിനും കാരണമായിട്ടുണ്ട്. അതിലൊന്നാണ് താമസിക്കാൻ സ്വന്തമായി വീടില്ലാത്ത അർഹതപ്പെട്ട കുടുംബത്തിന് വീട് വയ്ക്കാൻ ഡാറ്റാ ബാങ്കിൽ പെട്ടാലും നെൽവയൽ തണ്ണീർത്തട പരിധിയിൽ പെട്ടാലും ഗ്രാമപഞ്ചായത്തിൽ 10 സെന്റും നഗരത്തിൽ 5 സെന്റും സ്ഥലത്ത് പഞ്ചായത്ത് നഗരസഭ വീട് വയ്ക്കാൻ അനുമതി നൽകണം എന്നത്. മുഖ്യമന്ത്രിയുടെ നിയമസഭയിലെ ഈ മറുപടിയെക്കുറിച്ചുള്ള വാർത്തകൾ കണ്ട് നിരവധി പേരാണ് ഡാറ്റാ ബാങ്കിലെ ഭൂമികളുടെ നിയമക്കുരുക്ക് അഴിഞ്ഞു കിട്ടിയെന്ന് സന്തോഷിച്ചത്. എന്നാൽ അതിൽ തന്നെ മുഖ്യമന്ത്രി പറയുന്ന അർഹത എന്ന വാക്ക് പലവിധ അർത്ഥങ്ങൾ വരുത്തിയപ്പോൾ പണ്ടത്തെ ചങ്കരൻ വീണ്ടും തെങ്ങിൽ തന്നെ എന്ന് പറഞ്ഞതുപോലെ വീട് വെക്കാനാവാതെ കുറെ മനുഷ്യർ ഓഫീസുകൾ മുഴുവൻ കയറി ഇറങ്ങുകയാണ്. അവിടേക്കാണ് മാങ്കൂട്ടം ഇന്നലെ എത്തിയത്. ആ രംഗങ്ങൾ ഒന്ന് കാണാം. ഇവിടെ ഒരു മുതിർന്ന നേതാവുണ്ട്, ഭൂമിയുടെ പ്രഥമ അവകാശി ഗവൺമെന്റ് ആണ്. ഈ ഗവൺമെന്റ് വരണമെന്ന് തീരുമാനിക്കാൻ ഞങ്ങൾ 5 കൊല്ലം കഴിയുമ്പോൾ വേറൊരു മഷി കിട്ടും. മനസ്സിലായി? ഈ സംവിധാനം മുഴുവൻ ജനങ്ങളെ സഹായിക്കണം, മറിച്ച് അവരെ ദ്രോഹിക്കാനുള്ള ഒരു സംവിധാനത്തിലല്ല. അങ്ങനെ ഒരു സംവിധാനത്തിലാണ് പോകുന്നതെങ്കിൽ ഞങ്ങൾ ഇതിന് എതിർക്കും. അത് രാഷ്ട്രീയോ മതമോ അല്ലെങ്കിൽ ഒരു പ്രശ്നമില്ല. MLA തന്നെ പറഞ്ഞു, ഞാൻ CPIയുടെ ജനപ്രതിനിധിയാണ്. നമ്മളവർ ഒഴിവാക്കി എന്തോ ആയിക്കോട്ടെ, പക്ഷെ ഇപ്പോഴും CPIയുടെ ജനപ്രതിനിധിയാണ്. ഇദ്ദേഹം കോൺഗ്രസിന്റെ ആളാണ്. എന്റെ കൂടെ സമരം ചെയ്യുന്ന കലാവധി മെമ്പറുണ്ട്, അനീഷ് ചേട്ടൻ, ചില അവരൊക്കെ കോൺഗ്രസിന്റെ ജനപ്രതിനിധിയാണ്. അപ്പൊ ഞങ്ങൾക്ക് ഒറ്റ ആവശ്യമുള്ളൂ, ജനങ്ങൾക്ക് ന്യായമായിട്ടുള്ള തീരുമാനം. അതിൽ നിന്ന് ഞങ്ങൾക്ക് നേരത്തെ ഉറപ്പ് തന്നാണ്. 21 ദിവസമായിട്ട് ആ ഉറപ്പിന്റെ ഉറപ്പ് പോലെ അവിടെ തന്നെ കിടക്കുന്നുണ്ട്. 2009-10-2025 തീരുമാനം അത് നടപ്പിലാക്കുന്നത് ഉറപ്പ് കിട്ടാണ്ട് ഈ സമരം ഇവിടെ അവസാനിപ്പിക്കുന്നു. ആരൊക്കെ പോയത്? ഇതിന്റെ പഞ്ചായത്ത് കമ്മിറ്റി ലൈഫ് ലിസ്റ്റുകൾക്ക് പ്രയോറിറ്റി ഉണ്ട്. 1.5 വർഷമായിട്ട് പാവപ്പെട്ട മനുഷ്യന്മാരിവിടെ കയറി ഇറങ്ങാൻ അവർക്ക് പ്രയോറിറ്റി കിട്ടുന്നില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഇതിനകത്ത് പ്രശ്നം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്യോഗസ്ഥർക്ക് പ്രിവിലേജ് ഉണ്ട്. അപ്പൊ തഹസിൽദാരെ തടഞ്ഞിട്ട് കേസാ അല്ലേ? ഞങ്ങളെ ജനങ്ങൾ തടഞ്ഞാൽ അത് ജനാധിപത്യത്തിന്റെ മനോഹാരിതയാണ്. തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. നിങ്ങളെ തടഞ്ഞപ്പോ കേസെടുക്കും. ഞങ്ങളെ തടയാനുള്ള അവകാശം ജനങ്ങൾക്കുണ്ട്. ഞങ്ങൾ ആൻസറബിളാണ്. ഇപ്പോ പാലക്കാട് തഹസിൽദാർക്ക് ഇവിടുന്ന് മാറാം, അടുത്ത സ്ഥലത്തോട്ട് പോവാം, കുഴപ്പമൊന്നുമില്ല. SIക്ക് മാറാം, കൃഷി ഓഫീസർക്ക് മാറാം, വില്ലേജ് ഓഫീസർക്ക് മാറാം. ഞങ്ങൾ ഇവിടെ തന്നെ ഉള്ളവരാണ്. എന്ത് ചെയ്യും? ഞങ്ങൾ ജനങ്ങളോട് പറയണ്ടേ? ഇവിടെ ഉള്ളതിന്റെ മാത്രമല്ല, ജനങ്ങൾ കഷ്ടപ്പെടുക. എല്ലാ നിയമവും ജനങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഇവിടുത്തെ സ്പെസിഫിക് കേസുകൾ പറയുക. അപ്പൊ നിങ്ങൾ എന്താ പ്രയോറിറ്റൈസ് ചെയ്യാത്ത? ഇതിനകത്ത് നിങ്ങൾ നടത്തിയ പഠനം മെക്കാനിക്കൽ പഠനമല്ല, മനുഷ്യന്മാർ പോയി നടത്തിയ പഠനമല്ല. നിങ്ങളുടെ സർവേ എങ്ങനെയാണ് നടത്തിയത്? നിങ്ങളുടെ സർവേ സാറ്റലൈറ്റ് സർവേ അല്ലല്ലോ. നിങ്ങളുടെ സർവേ എങ്ങനെയാണ് നടത്തിയത്? നിങ്ങളുടെ സർവേ മനുഷ്യന്മാരല്ലേ? ഉദ്യോഗസ്ഥർക്ക് പറഞ്ഞാൽ നിങ്ങൾ മെക്കാനിക്കലായി പ്രവർത്തിക്കേണ്ടവരല്ലോ, മനുഷ്യന്മാരാണ്. ആ മനുഷ്യന്മാർ പോയി സർവേ ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് ഈ യാഥാർത്ഥ്യത്തിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റാത്തത്? 10-40 വർഷമായിട്ട് വീട് നിൽക്കുന്ന സ്ഥലം എങ്ങനെയാണ് പെട്ടെന്ന് കുറ്റപ്പാടാകുന്നത്? അതിനകത്ത് സാറ് പറഞ്ഞാൽ 40 വർഷം 50 വർഷം ഇപ്പം കെട്ടിക്കൊടുക്കുന്ന എല്ലാം ഉണ്ടാവും, സംഭവിച്ചു. നമ്മൾ ബാക്കിയുള്ള ഭാഗമുണ്ടല്ലോ, അപ്പം ആ ബാക്കിയുള്ള നമ്മൾ ഉൾപ്പെടുത്തുമ്പോൾ ഏത് സർവേ നമ്പർ ഉൾപ്പെടുത്തും? അത് ഞാൻ ചോദിച്ചോട്ടെ. എന്റെ സിമ്പിൾ ചോദ്യം, അതായത് ഇത് കാരണം ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നില്ല എന്ന് കൃഷി ഓഫീസർ പറയുന്നുണ്ടോ? ഞാൻ പറയില്ല, ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല. ഞാൻ ചോദിക്കുന്നത് ഡയറക്റ്റ് ചോദ്യം, ഈ നിങ്ങൾ ചെയ്ത ഈ അശാസ്ത്രീയമായ പ്രവർത്തനം കാരണം ഒറ്റ കാര്യമുള്ളൂ. ഈ അശാസ്ത്രീയമായ പ്രവർത്തനം കാരണം ഒരു മനുഷ്യനെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ? അതിൽ തർക്കമുണ്ടോ? ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ? ഞാൻ ചോദിക്കുന്നതേ ഉള്ളൂ. നമ്മുടെ ലോജിക്ക് നിങ്ങൾ നിയമമാണ് പറയുന്നത്, നിങ്ങളുടെ നിയമത്തിന്റെ മെക്കാനിക്കൽ സൈഡാണ് പറയുന്നത്. ഞാൻ ചോദിക്കുന്നത് മനുഷ്യന്മാർക്ക് വേണ്ടിയിട്ടുള്ള നിയമം ഉണ്ടായിരുന്നു. ഒരാൾക്കെങ്കിലും ഒരാൾക്കും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇത്രേ ഉള്ളൂ. ഒരാൾക്കും ബുദ്ധിമുട്ടില്ല എന്ന് പറയുന്നത് അല്ല, ഞാൻ ചോദിക്കുന്നത് ഇത്രേ ഉള്ളൂ.
ഒരാൾക്കും ബുദ്ധിമുട്ടില്ല നിങ്ങൾക്ക് അവകാശവാദമുണ്ട്. ബേബി ഉണ്ടാവാതിരിക്കാം. അതേ വേണം. നിങ്ങളെനിക്ക് സമയം തന്നാൽ നിങ്ങൾ പറഞ്ഞ മുഴുവൻ കേൾക്കാം. ഞങ്ങളുടെ കൺസേൺസുകൾ കേൾക്കൂ. നിങ്ങളിതിനെ ഇവിടെ ഒരു കുഴപ്പമില്ല, നിങ്ങളിവിടെ ഒരു കുഴപ്പമില്ലെന്ന് പറയരുത്. ഇവിടെ കുഴപ്പമുണ്ടെന്ന് ആദ്യവും സമ്മതിച്ചു. ആദ്യവും ഞങ്ങൾക്ക് വാക്കാൽ കളക്ടർ സമ്മതിക്കുന്നുണ്ട് കുഴപ്പമുണ്ടെന്നാൽ. ആ കുഴപ്പം മാറ്റണമെന്ന് ഞങ്ങൾ പറയുന്നുള്ളൂ. ഇനി നിങ്ങൾ ഒരാൾക്കും കുഴപ്പം വന്നിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവനുള്ള മനുഷ്യന്മാരെ അത് നിങ്ങൾ പറയുന്നുള്ളൂ. ഞങ്ങളുടെ ഭാഗത്തുള്ളൂ. അദ്ദേഹം പറഞ്ഞ പോലെ ലൈഫിന്റെ പറഞ്ഞില്ലേ, ഇത് എവിടെയെങ്കിലും നമ്മൾ പ്രസിഡന്റ് ഒരു പരിശോധന പ്രസിഡന്റ് 1.5 വർഷമായിട്ട് നടന്നിട്ടാണ് പഞ്ചായത്ത് പ്രസിഡന്റ് 3 രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികൾ വിദഗ്ധരാണ് അവര് 3 പേരും. പിന്നെ അതുപോലെ തന്നെ വില്ലേജ് ഓഫീസർ, കൃഷി ഓഫീസർ. അതിന്റെ പ്രസിഡന്റിന് പരിപാടി ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. പ്രസിഡന്റ് ഞാനില്ലാതെ അപ്പൊ ഈ പഞ്ചായത്ത് ബോർഡ് റെസൊല്യൂഷൻ അതിലുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞ കാര്യം 29/9/2025 നിൽക്കേണ്ട ഒരു ആവേശം കിട്ടില്ല പറയാൻ 29/9/2025 ഡാറ്റാ ബാങ്ക് പ്രസിദ്ധീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആക്ഷേപങ്ങൾ സ്വീകരിക്കാൻ കരട് ഡാറ്റാ ബാങ്ക് കർണാടക ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി കൃഷി ഓഫീസർക്ക് സമർപ്പിച്ചു. 17/9/2025 കൂടിയ LLMC യോഗ തീരുമാനം എന്ന് പരാമർശിച്ചിരിക്കുന്നു. എന്നാൽ ഈ യോഗത്തിൽ ഞാൻ പങ്കെടുത്തെങ്കിലും പ്രസിഡന്റാണ് ഞാൻ പങ്കെടുത്തെങ്കിലും കണ്ണാടി 1 വില്ലേജിൽ എത്ര നമ്പർ, കണ്ണാടി 2 വില്ലേജിൽ എത്ര നമ്പർ, ആകെ 5529 നമ്പർ സർവേ നമ്പറുകളിൽ പരിശോധിക്കുകയോ ചർച്ച ചെയ്യുകയോ ചെയ്തിട്ടില്ലാത്ത കാര്യമാണെന്നും തെറ്റിദ്ധരിപ്പിച്ച് മിനിറ്റ്സ് രേഖപ്പെടുത്തി ആയതിനാൽ 17/9 LLMC കമ്മിറ്റി തീരുമാനം റദ്ദ് ചെയ്യണം. അതായത് കൺവീനർ ആയിട്ടുള്ള കൃഷി ഓഫീസർ പഞ്ചായത്ത് പ്രസിഡന്റിനെ തെറ്റിദ്ധരിപ്പിച്ച് ഒപ്പിട്ടു എന്ന് പറഞ്ഞുകൊണ്ട് അവര് കലക്ടർക്ക് കൊടുത്ത പരാതിയാണ്. എനിക്ക് മേഡത്തിനോട് ഒരു കാര്യം പറയാം, ആർജമുണ്ടെങ്കിൽ ഇതിനെതിരെ കോടതിയിൽ പോകണം.